റാന്നി നിയമസഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി പഴകുളം മധു വിജയിച്ചിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം പ്രവർത്തകരോട് നന്ദി പറഞ്ഞുകൊണ്ട് റോഡ് ഷോ ആയി പോവുകയാണ്. വിജയത്തെ എങ്ങനെ കാണുന്നു? റാന്നിയിലെ ജനങ്ങൾ ഈ റാന്നിയുടെ 3 പതിറ്റാണ്ട് കാലത്തെ വികസന മുരടിപ്പിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയുള്ള ജനവിധിയായിട്ടാണ് എന്നെ കാണുന്നത്. ശബരിമല ക്ഷേത്രം നിൽക്കുന്ന ഈ പുണ്യഭൂമിയിൽ ശബരിമല ക്ഷേത്രത്തിൽ നടത്തിയ കൊള്ളയ്ക്കും കൊള്ളരുതായ്മകൾക്കുമെതിരായിട്ടുള്ള ജനവികാരമായി ഞാൻ തിരഞ്ഞെടുപ്പിനെ കാണുകയാണ്. അതുകൊണ്ട് വർദ്ധിച്ച ഉത്തരവാദിത്തമാണ് ഞങ്ങൾക്കുള്ളത്. 30 വർഷക്കാലമായി CPM-ഉം ഇടതുമുന്നണിയും ഭരിക്കുന്ന റാന്നിയിൽ ഒരു മാറ്റമുണ്ടാക്കാൻ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അടിസ്ഥാന സൗകര്യ രംഗത്ത് ഒരു വികസനവും ഉണ്ടാക്കാത്ത, നാടിനെ മറന്ന ഈ ഇടതുമുന്നണിയുടെ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള അതിശക്തമായ ജനരോഷമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ കണ്ടത്. ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്നോ? തീർച്ചയായിട്ടും ഇതുപോലുള്ള, കാരണം ജനങ്ങളുടെ വികാരം കണ്ട് അറിയാമായിരുന്നു നല്ല ഭൂരിപക്ഷം വരുമെന്ന് അറിയാമായിരുന്നു. പക്ഷേ മറ്റ് പല ഘടകങ്ങളുണ്ടായിരുന്നു. എല്ലാ ഘടകങ്ങളും അതിൻ്റെതായിട്ടുള്ള റോള് നിർവഹിച്ചു. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിക്കാൻ സാധിച്ചു. സ്വർണ്ണക്കുള്ള ഒരു പ്രധാന ഘടകമായോ വിജയത്തിന്? തീർച്ചയായിട്ടും റാന്നിയിലെ വിജയത്തിനും കേരളത്തിലെ വിജയത്തിനും ശബരിമലയിൽ നടത്തിയ ഈ കൊള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. UDF ഒറ്റക്കെട്ട് തന്നെയായിരുന്നു. തീർച്ചയായിട്ടും UDF ഒറ്റക്കെട്ടായിരുന്നു. ഒരു മനസ്സോടുകൂടി എന്നോടൊപ്പമുള്ള ഞങ്ങളുടെ നേതാക്കന്മാരെല്ലാവരും, റിങ്കു ചെറിയാനും ജയവർമ്മയും അതുപോലെ എല്ലാ നേതാക്കന്മാരും, ആരോൺ, എല്ലാ ലാലു ജോണ്, ലിജു ജോർജ്, എല്ലാവരും ഒറ്റക്കെട്ട്, ഐക്യജനാധിപത്യ നേതാക്കന്മാരെല്ലാം ഒറ്റക്കെട്ടായിരുന്നു. UDF റാന്നിയിൽ ഒറ്റക്കെട്ടായിരുന്നു. അതാണ് തങ്ങളുടെ വിജയത്തിന് പ്രധാന കാരണമെന്നാണ് റാന്നിയിൽ വിജയിച്ച UDF സ്ഥാനാർത്ഥി പഴകുളം മധു വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.